പ്രകാശ് ജാവ്ദേക്കറും ശോഭാ സുരേന്ദ്രനും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ. അതായത് ഇ പി ജയരാജനെ CPM-ൽ നിന്ന് BJP-യിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ പരസ്പരം അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു വൈരുദ്ധ്യമില്ല? ഒരു വൈരുദ്ധ്യവുമില്ല. കാരണം ഇത് പ്രകാശ് ജാവ്ദേക്കർജി കേരളത്തിന്റെ പ്രഭാരി ആകുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പ്രകാശ് ജാവ്ദേക്കർജി കേരളത്തിന്റെ പ്രഭാരിയായിട്ട് വളരെ കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപാണ് എനിക്ക് മെമ്പർഷിപ്പ് ഡ്രൈവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തിയിൽ ഞാൻ ദേശീയ തലത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 5 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 5 അംഗ കമ്മിറ്റിയിലുള്ള ഒരാളല്ല ജാവ്ദേക്കർജി. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ വളർത്താൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പല നേതാക്കന്മാരും ചെയ്യും. ഇപ്പോ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ശ്രീമതി പത്മജ, ഈ പത്മജ അവര് BJPക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് അത് ജാവേദ്കർജി കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അനിൽ ആന്റണി വരുന്ന സമയത്ത് ചിലപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക, ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് എല്ലാവരും അറിയിക്കണമെന്നും ഓരോരോ വ്യക്തികളെ വിളിച്ചറിയിക്കണമെന്നും ഒരു നിർബന്ധവുമില്ല ഇക്കാര്യത്തിൽ. 2002 സെപ്റ്റംബറിലാണ് ഈ പ്രകാശ് ജാവ്ദേക്കർ പ്രധാനിയാകുന്നത് കേരളത്തിന്റെ. അപ്പൊ ആ ഒരു ഇടപാട് അതിനുശേഷമല്ലേ ശരിക്കും ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്? 2022 ശേഷം അല്ലേ? തീർച്ചയായിട്ടും അതിനു മുൻപ് തന്നെ, അതായത് CP രാധാകൃഷ്ണൻജി കേരളത്തിന്റെ പ്രഭാരിയായിട്ട് അവസാന ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് മുതൽ ഈ പാർട്ടിക്കകത്തേക്ക് ധാരാളം പുതിയ പുതിയ ആളുകളെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പല യാത്രകളും പല കാഴ്ചകളും പല മീറ്റിങ്ങുകളും ഒക്കെ ഒരു തലത്തിൽ പ്രഭാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ തലത്തിൽ നടന്നിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം നടക്കുന്നു. ദേശീയ തലത്തിൽ നിന്ന് അതിന്റെ ഡേറ്റും സമയവും ഒന്നും പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ല. എന്റെ പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രവൃത്തി, ആ പ്രവൃത്തിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ആ പ്രവൃത്തിയിൽ ഒരു വിഷയത്തിൽ ഇത്രയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളിലേക്ക് കടന്നു കയറുന്ന സമയത്ത് ഇത്രയും നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 9 നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതിൽ 8 കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരുണ്ട്. അതിൽ ചിലർ പാർലമെന്റിലേക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി ആ ചർച്ചയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളവർ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും രാഷ്ട്രീയ നൈതികത ഉള്ളതുകൊണ്ട് തെരുവിൽ വിളിച്ചു പറയുകയും ഒന്നും ചെയ്യുക എന്നുള്ള വിവേകമില്ലായ്മയൊന്നും ഉള്ളവരല്ല ഞങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ വ്യക്തിയായിട്ട് എന്തിനാണ് താങ്കൾ ഒരു CPM നേതാവുമായി ചർച്ച നടത്തുന്നത്? അല്ല, നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ വരെ കണ്ടിട്ടുണ്ടല്ലോ. നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി കാണാത്ത രാഷ്ട്രീയ നേതാക്കന്മാര് പല ആളുകളെയും ഞാൻ ഒറ്റ പോയിന്റേ നോക്കുന്നുള്ളൂ. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ പാർട്ടിയെ വിപുലപ്പെടുത്താൻ, ഈ പ്രസ്ഥാനത്തിൽ 300ഓളം ബലിദാനികളെ സൃഷ്ടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലക്കത്തിക്കിരയായിക്കൊണ്ട് എന്റെ ആത്മസുഹൃത്തും KT ജയകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ പിടഞ്ഞു വീണ് മരിച്ചിട്ടുള്ള ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. ഇനിയും ആ വിഷയത്തിൽ മുന്നോട്ട് പോകും. ധാരാളം ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളുടെ കടന്നുവരും. വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതലം അത് വർദ്ധിപ്പിക്കുകയും BJP തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബദലായിക്കൊണ്ട് കടന്നു വരിക എന്നുള്ള നയം സ്വീകരിച്ചുകൊണ്ട് അതിശക്തമായി ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ആക്കിയത് ശോഭാ സുരേന്ദ്രൻ അല്ലല്ലോ, അത് EP ജയരാജനോട് ശ്രീമാൻ EP ജയരാജനോട് ചോദിച്ചാൽ മതി. ശ്രീമാൻ EP ജയരാജൻ ഫോണിൽ പറഞ്ഞിട്ടാണല്ലോ നന്ദകുമാർ വീട്ടിൽ വന്ന് 2 തവണയിൽ 1 തവണ ഫോണിൽ വിളിക്കുന്നു, ജയരാജൻ എടുക്കുന്നില്ല. 2ാമത്തെ തവണ ജയരാജന്റെ സംഭാഷണം, അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടതിന് ശേഷമാണ് ഞാൻ വരെ വിശ്വസിക്കുന്നത് ശ്രീമാൻ EP ജയരാജൻ BJPയിലേക്ക് വരാനുള്ള താല്പര്യമുണ്ട്, നന്ദകുമാർ പറഞ്ഞത് ശരിയാണ് എന്ന്. അതുകൊണ്ട് ഞാനല്ല തീരുമാനിക്കേണ്ടത്. മറ്റു പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെയൊക്കെ കൂട്ടുകാരാക്കണം, ആ കൂട്ടുകെട്ട് എത്രമാത്രം മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അല്ല, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഏത് കഴിവ് നോക്കൂ. അല്ല, ജാവേദ്കർ സംസാരിച്ചപ്പോഴും എന്ന മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഇതുവരെ നിങ്ങൾ ഇത്രയും പ്രഗത്ഭന്മാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാരുണ്ടായിട്ട് ശ്രീമാൻ ജാവേദ്കർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തു വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ജാവേദ്കർജിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാം. മകന്റെ ഫോണിലേക്ക് ചേച്ചിയുടെ കുറെ ചിത്രങ്ങൾ ചേച്ചി അയച്ചിരുന്നു. അത് കണ്ടപ്പോൾ അത് ശരിയല്ലെന്ന് തോന്നി, ആ സ്ത്രീ ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ട് അവരെ ബ്ലോക്ക് ചെയ്തു.
ദീപി പറഞ്ഞ ചേച്ചിയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രതികരണമാണ്. മാത്രമല്ല ഒരു കോൾ പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല, മകന് ചേച്ചി അറിയേയില്ല എന്നൊരു കാര്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് കാണിച്ചതാണ്. ആ വാട്സപ്പിൽ ജയരാജന്റെ മകൻ വിളിക്കൂ, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ എന്ന് അയച്ചിട്ടുള്ള സന്ദേശവും ഞാൻ വായിക്കാൻ തന്നതാണ്. മറ്റൊന്ന്, എന്നോട് ആരാണ് ആവശ്യപ്പെടുന്നത്? ഈ ഫോട്ടോകളെല്ലാം ആ ഫോണിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് ശ്രീമാൻ ഇ.പി. ജയരാജനാണ് ആവശ്യപ്പെട്ടത്. എന്തിന്? മക്കൾ ചോദിച്ചു അത്രേ, ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഡൽഹിയിൽ ഇത്രമാത്രം ബന്ധമുണ്ടോ എന്ന് മക്കൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്തിന്റെ പേര് ചോദിച്ചു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ ഇരിക്കുന്ന, അതായത് ഉത്തർപ്രദേശിൽ ഇരിക്കുന്ന, സംഭാഷണത്തിന് വേണ്ടി ഇരിക്കുന്ന, ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ അമിത്ഷാജിയും ഞാനും തമ്മിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും കിട്ടാത്ത ഫോട്ടോകൾ, ഈ ഫോട്ടോകളെല്ലാം ഇ.പി. ജയരാജനാണ് ചോദിച്ചു വാങ്ങിയത്. അല്ലാതെ എനിക്ക് വെറുതെ ഒരു സുപ്രഭാതത്തിൽ, ഇവിടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ആവശ്യപ്പെടാത്ത ഒരു ഫോട്ടോ, അഖിലേന്ത്യാ തലത്തിലെ നേതാക്കന്മാരും ശോഭാ സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ഇന്ന് വരെ ഒരു മാധ്യമ പ്രവർത്തകൻ അയച്ചു തന്നിട്ടുണ്ടോ? മക്കളെ ബോധ്യപ്പെടുത്താനായിരിക്കണം. ശോഭാ സുരേന്ദ്രൻ ഇത്രയും സ്വാധീനമുണ്ട്. അതിൽ BL സന്തോഷിയുണ്ട്, അതുപോലെ തന്നെ അമിത്ഷാജിയുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, ഞങ്ങളുടെ നദ്ദാജി ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ചില ഫോട്ടോകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഫോട്ടോ വീട്ടിൽ കാണിക്കാനായിരിക്കും, എനിക്കറിയില്ല. ആ മകനെ റിനൈസൻസ് ഹോട്ടലിൽ കണ്ട ഡേറ്റ് ഞാൻ ഇന്നലെ തന്നെ തന്നിരുന്നു, വാട്സാപ്പിലൂടെ ഞാൻ കാണിച്ചിരുന്നു. അതിനുശേഷം എനിക്കറിയില്ലല്ലോ എന്താ നടന്നത് എന്ന്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല.